ആ മാതൃത്വം, ആ പുത്രന്റെ പ്രകടനങ്ങൾ കണ്ട് മാറിടം ചുരന്ന മാതൃത്വം വ്യാസന്റെ ഭാഷയിൽ. കർണൻ രംഗത്തെത്തി ആ അഭ്യാസങ്ങൾ കാണിച്ചപ്പോൾ കുന്തിയുടെ മാറിടം ചുരന്നു എന്നെഴുതിയ വ്യാസൻ ഇവിടെ കുന്തിയെ മോഹാലസ്യപ്പെടുത്തുന്നു. ചന്ദന കുളിർനീർ തളിച്ചാണ് എഴുന്നേൽപ്പിച്ചിരുത്തിയത്. സഹദേവനോട് യുധിഷ്ഠിരൻ ചോദിച്ചു, എന്താ അവിടെ സ്ത്രീകൾ ഇരിക്കുന്നിടത്ത്? അമ്മയൊന്ന് മോഹാലസ്യപ്പെട്ട് വീണു, അർജുനനോട് യുദ്ധം ചെയ്യാൻ പോകുന്നത് കേട്ട്. അതുകൊണ്ടല്ല മോഹാലസ്യപ്പെട്ടത്. ഇതിന് വന്നിരിക്കുന്നവൻ തന്റെ പുത്രനാണ്. ഈ ഭൂമിയും അവിടെ ഇരിക്കുന്ന ആളുകളും തിരിച്ചറിയാത്ത വൈമാത്രേയരല്ലാത്ത ഏകമാതൃത്വത്തിന്റെ രണ്ട് സഹോദരന്മാർ ആ രംഗഭൂമിയിൽ പരസ്പര യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു. ഏതമ്മയാണ് മോഹാലസ്യപ്പെടാതിരിക്കുക? പെടാതിരുന്നാൽ അവളെ അമ്മയല്ല, മമ്മിയായിരിക്കാം. അങ്ങനല്ലേ പറയുന്നത്. അവിടെ മോഹാലസ്യപ്പെട്ടു വീഴും. കുന്തിയെ ചന്ദനക്കുളിർനീർ തളിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തി. വീണ്ടും രംഗം വഷളാകാതിരിക്കുന്നതിന് വേണ്ടി കൃപാചാര്യൻ എഴുന്നേറ്റു. അദ്ദേഹം പറഞ്ഞു, യുവാവേ, അർജുനൻ പാണ്ഡുവിന് കുന്തിയിലുള്ള പുത്രനാണ്, ക്ഷത്രിയനാണ്. നീയും നിന്റെ വംശവും നിന്റെ അച്ഛനമ്മമാരുടെ പേരും പറഞ്ഞാൽ അർജുനൻ നിന്നോട് യുദ്ധം ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യും. തന്റെ മാതൃത്വത്തെ, തനിക്കറിയില്ലാത്ത മാതൃത്വത്തെ അറിയുന്ന ഭീഷ്മനും അറിയുന്ന കുന്തിയും ഇരിക്കുമ്പോൾ, അതേ കൊട്ടാരത്തിലെ കുലഗുരു ചോദ്യം ചെയ്യുമ്പോൾ, മാതൃത്വമറിയാത്തൊരു കുഞ്ഞ് തന്റെ നേരെ ഉയർത്തിയ ചോദ്യസ്ഥലത്തിനാൽ വ്രണിതഹൃദയനായി സമസ്ത ലോകത്തോടും യുദ്ധം ചെയ്യുവാൻ തയ്യാറെടുക്കുന്നവനായി ഉണർന്നതും ഈ യുദ്ധക്കളത്തിൽ വെച്ച് തന്നെയാണ്. ആ രംഗം മുഴുവൻ ഓർത്തിരിക്കണം. തന്റെ മാതൃത്വത്തെ തിരിച്ചറിയുന്ന അമ്മയുടെ മുമ്പിൽ വെച്ച് ചരിത്രധർമ്മങ്ങളുടെ, കുടുംബധർമ്മങ്ങളുടെ, സ്വാഭിമാനത്തിന്റെ ബലിഷ്ഠഹസ്തങ്ങളിൽ ബന്ധിതയായി നിൽക്കുന്ന അമ്മയ്ക്ക് അഭിമാനത്തിന്റെ ബന്ധനത്തിൽ തന്റെ കാനീന സന്തതിയെപ്പോലും തിരിച്ചറിഞ്ഞ് ഇവൻ എന്റെ പ്രിയപുത്രനാണെന്ന് സമൂഹമധ്യത്തോട് പറയാൻ പറ്റാത്ത അവസ്ഥ വ്യാസനൊന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ, രാജകുമാരിയാണെങ്കിലും കന്യാചർമ്മത്തിന് കേടുവരാതെ പ്രസവിച്ചുവെങ്കിലും മന്ത്രം കൊണ്ട് ഉണ്ടായിയെങ്കിലും വിവാഹപൂർവമായി ജനിക്കുന്ന ഒരു സന്തതിയെ തന്റേതായി ഉൾക്കൊള്ളുവാൻ സ്ത്രീക്ക് കഴിയില്ല എന്ന് മനസ്സിലാക്കാത്ത ഒരമ്മയുടെ വേദനയും അതിൽ ജനിക്കുന്ന ഒരു കുഞ്ഞിന്റെ ശാപഗ്രസ്തമായ ജീവിതവും ഋഷി എനിക്കും നിങ്ങൾക്കും ചൂണ്ടിക്കാണിച്ചത്, നമ്മുടെ പ്രാക്രൂപങ്ങളെ ചൂണ്ടിക്കാട്ടിയത്, ഒരിക്കലും മനുഷ്യ സമൂഹത്തിൽ ഈ ദുർഗതി വരരുതെന്ന് വിചാരിച്ചു മാത്രമാണ്. ഇത് ഞാൻ കൂട്ടത്തിൽ സൂചിപ്പിച്ചു എന്നേ. കാലമെത്ര പുരോഗമിച്ചാലും, മനുഷ്യ സഞ്ചയം എത്ര പരിഷ്കാരം നേടിയാലും, മാനവന്റെ ഹിതാഹിതങ്ങൾ മാറിമറിഞ്ഞാലും അവന്റെ അന്തരംഗത്തിന്റെ ചോദനകൾ ഇനിയും ദൃഢമാകുന്ന ചില രംഗങ്ങളുണ്ടെന്ന് കുന്തിക്ക് പറയാനായില്ല, അറിയുന്ന ഭീഷ്മന് പറയാനായില്ല. രണ്ടുപേരെ അവിടെ അറിയുന്നവരുള്ളൂ. ശരിക്കും തന്റെ മാതൃത്വത്തിനും പിതൃത്വത്തിനും നേരെ ചോദ്യം ചെയ്യുമ്പോൾ വിവാഹമെന്ന ഒരു മനുഷ്യബന്ധിത നിബന്ധനയാൽ രംഗത്തെത്തിയ തന്റെ 5 സഹോദരന്മാരുടെ നില തന്റേതിൽ നിന്ന് ഭിന്നമല്ലാത്തതും ചോദ്യം ചെയ്യപ്പെടുന്നില്ല. യു കൻ ഫോളോ. ഇതൊരു വലിയ സന്ദേശമാണ്. ഭാരതീയ സ്ത്രീത്വത്തോട് വ്യാസൻ നടത്തുന്ന ഉദാരമായ ഒരപേക്ഷ കൂടിയാണ്. കുഞ്ഞെ, നിന്റെയും നിന്റെ സന്താനത്തിന്റെയും ജീവിതം ശാപഗ്രസ്തമാകാതിരിക്കാൻ, ഓർമ്മകൾ എന്നും ദുഃഖിപ്പിക്കാതിരിക്കാൻ സമൂഹം ഏൽപ്പിച്ച വിവാഹത്തിനു മുമ്പ് ഒരു സന്തതിയെ വളർത്തേണ്ടി വരരുത് നിനക്ക്. ഇതൊക്കെ അവിടെ വ്യാസം ചെയ്യുന്ന കുറെ ഉപദേശങ്ങൾ. അത് നമുക്ക് വിടാം. വ്യഥിത ഹൃദയനായി അവിടെ നിൽക്കുമ്പോൾ രംഗത്തെത്തിയതും ദുര്യോധനൻ തന്നെയാണ്. ആചാര്യ, ആരൊക്കെയാണ് ക്ഷത്രിയൻ എന്നുള്ളതിന് വിധി നിങ്ങളൊക്കെ ഈ ഇരിക്കുന്നവരുടെ മുഴുവൻ ജന്മങ്ങൾ നോക്കി തേടൂ. സ്മൃതിയില് എന്തെല്ലാം വഴികൾ പറഞ്ഞിട്ടുണ്ടെന്നും ആലോചിക്കൂ. നിങ്ങളുടെ അർജുനൻ ക്ഷത്രിയനോട് മാത്രമേ യുദ്ധം ചെയ്യൂ എങ്കിൽ ഞാനിതാ ഇവനെ അംഗരാജ്യത്ത് അഭിഷേചിക്കുന്നു. എതിർപ്പുള്ളവർ വില്ലുകുലച്ചു വരട്ടെ. ആരും വന്നില്ല. നിശ്ചബ്ദമായി വെൺകൊറ്റക്കുട, വെൺചാമരം എല്ലാം കൊണ്ടുവന്നു. അംഗരാജ്യത്തിന്റെ രാജാവായി അഭിഷേകം നടന്ന് ആ സിംഹാസനത്തിൽ അമർന്നിരിക്കുന്ന കർണന്റെ അടുക്കലേക്ക് ഉടുമുണ്ടും ഉത്തരീയവുമെന്നല്ല താടിയും തലമുടിയും വെളുത്തൊരു വൃദ്ധൻ വ്യാസന്റെ ഭാഷയിൽ കടന്നു വരികയാണ്. മാന്യതയുടെ
മഹനീയ രംഗവേദികൾ കടന്നുപോയിട്ടുള്ള ആ കർണൻ ആ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് വിനയപൂർവം ചെന്ന് ആ വൃദ്ധന്റെ കാൽപാദങ്ങളിൽ നമസ്കരിച്ചു. അതേ അധിരഥൻ, സൂതൻ, മനുഷ്യന്റെ നന്മയെ കാണാൻ പൂർണ്ണമായി കഴിയാത്ത ചില നിമിഷങ്ങളെങ്കിലും നല്ലവർക്ക് പോലും ഉണ്ടാകാറുണ്ട്. തൻ കാര്യങ്ങളിലും തന്റെ മമതകളിലും പെട്ടുപോകുമ്പോൾ നല്ലവർ പോലും നന്മ വെടിയാറുണ്ട്. ആ രംഗം കണ്ട ഭീമൻ എഴുന്നേറ്റ് വിളിച്ചത്, സൂതപുത്ര, യജ്ഞത്തിനോ ശാവിനോ യജ്ഞത്തിലെ പുരോടാശം, പട്ടിയാണോടാ യജ്ഞത്തിന്റെ ഭൂതശേഷം ഭക്ഷിക്കാൻ വരുന്നത്? നിനക്ക് അർജുനന്റെ കൈകൊണ്ട് തന്നെ മരിക്കണമല്ലേ? ചമ്മട്ടി എടുക്കേണ്ടവൻ. വീണ്ടും ദുര്യോധനൻ തന്നെ രംഗത്തു എന്ന് പറഞ്ഞു, വൃക്കോദര, നീ പറഞ്ഞത് ശരിയായില്ല. ഈ നരിയെ പെറ്റതൊരിക്കലും ഒരു മാൻപേടയാവില്ല. ആ ജന്മ കവചകുണ്ടലങ്ങളോടുകൂടിയ ഇവനോട് നിനക്കെതിർപ്പുണ്ടെങ്കിൽ വില്ലു കുലച്ചുക, നാവുകൊണ്ടല്ല യുദ്ധം ചെയ്യേണ്ടത്. രംഗം വഷളാകുന്നത് കണ്ട് ഭീഷ്മൻ ശംഖമുഴക്കി അഭ്യാസ കാഴ്ച അവസാനിപ്പിക്കുമ്പോൾ മൗനഘനമായ അന്തരീക്ഷത്തിൽ വ്യാസൻ ഒരിക്കൽ കൂടെ ശബ്ദിക്കുന്നു, ഇന്ന് നിശബ്ദമാക്കി ഈ ശംഖിന് ഇവിടെ വിത്തിട്ട യുദ്ധത്തിന് വേണ്ടി ഒരിക്കൽ കൂടി ഈ വൃദ്ധന് വിളിക്കേണ്ടി വരുമെന്ന്. ഇത് നടന്നതും ഈ കുരുക്ഷേത്രത്തിലാണ്. പറയൂ, ഈ കുരുക്ഷേത്രം ധർമ്മഭൂമിയാവുമോ? ഭൂമിയാണോ, ഭൂമിയിലെ ജനങ്ങളുടെ മനസ്സുകളാണോ ധർമ്മഭൂമിയാകുന്നത്? ഭൂമിയുടെ ധർമ്മം കൊണ്ട് എപ്പോഴെങ്കിലും മനുഷ്യന് ഈ മാറ്റമൊക്കെ ഉണ്ടാകുന്നുണ്ടോ? ഇതൊക്കെ കൂടെ ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ യുദ്ധം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് ഭീഷ്മർ വീണ് കഴിഞ്ഞ് ധൃതരാഷ്ട്രം ചോദിക്കുന്നു എന്നതും ഈ സംഭവ പരമ്പരകളും ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ 1-ാം ശ്ലോകത്തിന്റെ അന്വയവും അർത്ഥവും നമുക്ക് മതിയാവാതാവുന്നില്ലേ? നമ്മുടെ യുക്തിബോധത്തെയും നമ്മുടെ ചിന്തകളെയും നമ്മളുടെ അനുഭവങ്ങളെയും നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളെയും തൃപ്തിപ്പെടുത്തുവാൻ വ്യാഖ്യാതാക്കന്മാർ നമുക്ക് തന്ന വൈഖരികൾ പോരാതെയാവുന്നില്ലേ? ഇല്ലെങ്കിൽ പഠിക്കേണ്ട ഗീത. പോരാതെയാവുന്നുണ്ടെങ്കിൽ മറ്റൊരു വ്യാഖ്യാനം കൊണ്ടേ നമുക്ക് തൃപ്തി തൽക്കാലം വരും. തൽക്കാലമായിരിക്കും തൃപ്തി, ഇതിലും കൂടി ഇനിയും വരേണ്ടിയിരിക്കും ചിലപ്പോൾ. ഇപ്പോഴുള്ള വ്യാഖ്യാനം നമുക്ക് തൃപ്തികരമല്ല. എനിക്ക്, നിങ്ങൾക്കെങ്ങനെയെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഇത്രയും സന്ദർഭം തലച്ചോറിൽ നിന്ന് മാറ്റി നിർത്തി ആ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം മാത്രം കാണാതെ പഠിച്ച് ഒരു 10-ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പരീക്ഷ എഴുതാൻ മാത്രമായതുകൊണ്ട് അസ്വസ്ഥതയില്ല. അങ്ങനെയല്ലല്ലോ നമ്മളാരും ഗീത പഠിച്ചത്. ഗീതാ മത്സരം നടക്കുന്നു, അവിടെ പോയി ഒരു പ്രഭാഷണത്തിന് ഗീത തൽക്കാലം കാണാതെ പഠിക്കുന്നു. ആരോ എഴുതി കൊടുക്കുന്നു, കാണാതെ പഠിക്കുന്നു, പോയി പറയുന്നു. അവിടുന്ന് ഇറങ്ങുമ്പോൾ ഗീത വേറെ, ഞാൻ വേറെ. അതിനിതൊക്കെ മതിയാവും, ധാരാളം. പക്ഷെ ഈ സംഭവങ്ങളെല്ലാം തലച്ചോറിൽ പിടുത്തമുണ്ടാക്കുമ്പോൾ ഈ വ്യാഖ്യാനങ്ങൾ കൊണ്ടൊന്നും നമ്മുടെ മനസ്സ് തൃപ്തമല്ല. അപ്പോഴാണ് നാം വീണ്ടും അന്വേഷണം നടത്തുന്നത്. നമ്മൾ അതുവരെ പഠിച്ചത് ആരിൽ നിന്നൊക്കെയാണോ അവരുടെ പഠിപ്പിക്കലുകൾ തെറ്റാവുന്നതല്ല, പോരാതെ വരുന്നത്. 2-ാം ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ 8/0 എന്ന് എഴുതിക്കോളൂ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതേ ആവശ്യമുള്ളൂ. അതിനെ നീട്ടിപ്പരത്തിയുള്ളൊരു വ്യാഖ്യാനം നമുക്ക് ആവശ്യമില്ല. അത് പഠിപ്പിച്ച അധ്യാപകൻ തെറ്റുമല്ല പഠിപ്പിച്ചത്, അപ്പൊ അത് മതി. പക്ഷെ ഡിഗ്രി ക്ലാസ്സിൽ ചെയ്യുമ്പോൾ 8/0 എന്ന് എഴുതിയാൽ ഗണിതശാസ്ത്രം മുങ്ങിപ്പോകും. നമുക്കിപ്പോ കുറച്ചുകൂടെ നോളജ് വേണം. ഇപ്പൊ നമ്മൾ ഈ 2-ാം ക്ലാസ്സിലായിരിക്കുന്നതെങ്കിൽ വ്യാഖ്യാനം ഇത് മതിയാവും. ഒരു ഗീതാ പ്രഭാഷണം നടത്തണം, ആരെങ്കിലുമൊക്കെ ഗീത എനിക്കും അറിയാവുന്നത് ബോധ്യപ്പെടുത്തണം, അതിനൊക്കെ ഇതൊക്കെ മതിയാവും. എനിക്ക് സമാധാനം കിട്ടാൻ ഗീത പഠിക്കുമ്പോൾ ഇത് പോരാ. ഒരു ഭാഗത്ത് യുദ്ധം ചെയ്യടാ അർജുന എന്ന് പറഞ്ഞതാണ് ഗീത എന്ന് പബ്ലിക്കിനോട് പറഞ്ഞ് അവനെയൊക്കെ യുദ്ധം ചെയ്യിപ്പിക്കാം. പക്ഷെ തിരിച്ച് താൻ തന്നെ ആവുമ്പോ കൊല്ലട എന്ന് പറയുന്ന ഗീത എന്തൊരു ഗീതയായത്? സെന്റ് തോമസ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് ഓണപരീക്ഷയ്ക്ക് ചോദ്യമിട്ട ചോദ്യകർത്താക്കന്മാർ മരക്കുരിശിലടിച്ച് ഇരുഭാഗത്തു നിന്നും കുന്തങ്ങൾ കൊണ്ട് കുത്തി ദേഹത്തുനിന്ന് ചോരയും ഒലിപ്പിച്ച് കിടക്കുമ്പോഴും ആഹന്ത കുരിശിൽ തൻ കൂവൽമയി തറയ്ക്കപ്പെട്ട ആകുലാത്മാവായി കിടക്കുന്നൊരു ഈ സമയത്തും സ്നേഹശീലനാം ഭവാൻ ഈശ്വരനോട് അപേക്ഷിക്കും, നീ കടുങ്കൈ ചെയ്തോർക്കും അപ്പു നൽകുവാൻ മാത്രം. കർത്താവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ലേ? ഇവർക്കും അപ്പു നൽകണമേ എന്ന് പറഞ്ഞ രക്ഷകനായ ക്രിസ്തുവിന്റെ ജീവിതത്തെ അപഗ്രഥിച്ച് 2 പുറത്തിൽ കവിയാത്തൊരു ഉപന്യാസം എഴുതുക. ഒരു യുദ്ധക്കളത്തിൽ മുമ്പിൽ നിൽക്കുന്നവരെ ബന്ധുക്കളെന്നൊന്നും നോക്കണ്ടടാ, തട്ടടാ എന്നുപദേശിച്ച കൃഷ്ണനെ കുറിച്ച് 2 പുറത്തിൽ കവിയാതെ ഉപന്യസിക്കുക എന്ന ചോദ്യവുമായി നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ വീട്ടിലെത്തി ഈ ചോദ്യം വായിക്കുമ്പോൾ ഈ വ്യാഖ്യാനമൊന്നും പോരാ. റൈറ്റ്? മനസ്സിലാവുന്നില്ല. അപ്പോഴാ ഇവനൊറ്റയ്ക്കിരുന്ന് ഈ പണ്ഡിതന്മാരെയൊക്കെ കടന്നു പോകാവുന്ന എന്തോ സൂത്രം വേണ്ടി വരുന്നത്. ഇല്ലെങ്കിൽ ഇവൻ ചിലപ്പോ ഇവന്റെ
ഇതുവരെയുള്ള ജീവിതം ഒന്ന് മാറ്റിയാൽ കുറ്റം പറയരുത്. കാരണം സ്നേഹമായി ലോകം. അത് തരാത്ത ഒരു ദൈവതവും ദൈവതമല്ല. ഈ ലോകങ്ങൾ ഭാരതത്തിന്റെ പൂർവികർ ഒന്നും വെട്ടിപ്പിടിച്ചത് ആയുധങ്ങളെ കൊണ്ടല്ല. ഭാരതീയ ചരിത്രത്തിന്റെ ഗഹന മേഖലകളിൽ ഒരിടത്തു പോലും അവർ മനുഷ്യനെ ശാന്തിയിലേക്ക് നയിച്ചത് എന്തെങ്കിലും വലിച്ചു വെച്ചല്ല. ഒരു ഉദാഹരണം കൊണ്ടുകൂടെ കാണിച്ചിട്ട് നമുക്കിതിന്റെ കരണീയ വ്യാഖ്യാനത്തിലേക്ക് മെല്ലെ കിടക്കാം. ഒരു കൊച്ചു കുഞ്ഞ് രാവിലെ എഴുന്നേറ്റ് സ്കൂളിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ തന്റെ ചെരുപ്പൊക്കെ തേച്ച് കഴുകുകയാണ്. വളരെ വൃത്തിയായിട്ട് ചിട്ടയായിട്ട് പോകണം. പഠിക്കാൻ അരമണിക്കൂർ എടുത്തില്ലെങ്കിലും 1 മണിക്കൂർ കുളിക്കുമ്പോൾ ചെരുപ്പ് തേച്ച് കഴുകാൻ എടുക്കുകയാണ്. നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്, കണ്ണാടി പോലെ കാണാം, അത്ര ഭംഗിയായിട്ടാണ്. ഡ്രസ്സ് തേക്കുകയാണ്. അത് കഴിഞ്ഞ് കുറെ നേരം ഒക്കെ റെഡിയാക്കി നല്ല വട്ടി പോലെ ആക്കിയിട്ടുണ്ട്. സൈക്കിളിന് തുടങ്ങിയാണ് പോകാനുള്ള സൈക്കിള്. അപ്പോൾ അവിടെ വൃദ്ധനായ ഒരു മനുഷ്യൻ ചെപ്പുണ്ട്, അവന്റെ മുത്തച്ഛൻ. ഇവന് ഓരോ സാധനവും തനിക്ക് വേണ്ടി സ്വരൂപിക്കുകയാണ് കൊണ്ടുപോകാനുള്ളത്. ഓരോന്നും മനോഹരമായിരിക്കണം. അപ്പൊ മുത്തച്ഛൻ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഏതൊന്നുകൂടെ കിട്ടിയാൽ സുഖമുണ്ടെന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ നീ ഈ വിശ്വവിശാലമായ ആകാശത്തെ തോൽപ്പായ പോലെ ചുരുട്ടി കക്ഷത്തിൽ വയ്ക്കേണ്ടി വരും. ഏതൊന്ന് കളഞ്ഞാൽ എനിക്ക് സുഖമെന്ന് കിട്ടുമെന്ന് ചിന്തിച്ചാൽ അത് എളുപ്പം കിട്ടും. യു കൺ ഫോളോ. ഏതൊന്നുകൂടി വലിച്ചെറിഞ്ഞാൽ സുഖമാകുമെന്ന് ചിന്തിച്ചാൽ എളുപ്പം നമ്മിലേക്ക് മടങ്ങും. ഏതൊന്നുകൂടി കിട്ടിയാൽ, വീട്ടിൽ കിട്ടി തൃപ്തി വരാതായപ്പോഴാണ് ഇതുകൊണ്ട് ഒന്നും ആവില്ല എന്ന് വെച്ച് വലിച്ചെറിഞ്ഞത്. സ്ഥലത്തെത്തിയപ്പോ ഒന്നും വേണ്ട, ആചാര്യന്മാരൊക്കെ പറഞ്ഞത് കേട്ട് ഒന്നും വേണ്ട. അപ്പോഴാണ് ചെറിയൊരു മുറി. അപ്പോഴാണ് വെളുപ്പിനെ എഴുന്നേൽക്കാനൊരു ബുദ്ധിമുട്ട്. നമ്മുടെ അലാറം വർക്ക് ചെയ്യുന്നില്ല വേണ്ടത്ര നന്നായിട്ട്. അപ്പോഴവർക്ക് കളഞ്ഞ വാച്ച് എടുക്കായിരുന്നു. വീട്ടിൽ പോയി വേണ്ടായിരുന്നു, കളയണ്ടായിരുന്നു. അതും കൂടെ കിട്ടിയ സുഖാവുമായി. അപ്പോഴാണ് വന്ന ഭക്തൻ ഒരാളൊരു വാച്ച്, ഇരിക്കട്ടെ സമയം ഒരു വാച്ച്. ഈ വാച്ചും വെച്ചുകൊണ്ടാണ് സമയം മുഴുവൻ തീരുമാനിക്കുന്നത്. നമ്മുടെ മനസ്സിന്റെ സമയത്തിന്റെ ക്ലിപ്തത പോയി. അവൻ വാച്ചായി കഴിഞ്ഞപ്പം ചൂടുവെള്ളം കുറച്ച് കുടിക്കണമായിരുന്നു. അത് ചൂടായിട്ടിരിക്കണമെങ്കിൽ ഒരു ഫ്ലാസ്ക് ഉണ്ടെങ്കിൽ നന്നായി. ഈ തന്നയാളിനെ കണ്ടപ്പോൾ തീരുമാനിച്ച് ചോദിച്ചാലേ ഒരു ഫ്ലാസ്ക് ഉണ്ടെങ്കിൽ, നിർബന്ധമില്ല ഒരു ഫ്ലാസ്ക്. നോക്കുക, ഇങ്ങനെ കൂടിക്കൂടി വരും. കൂടുന്തോറും ഇത് മുറിക്കകത്ത് നിറയാൻ തുടങ്ങും. മുറിക്കകത്ത് നിറയുമ്പോഴോ ഈ മുറി പോരാ, ഇതൊക്കെ വെക്കാനൊരു മുറി, എനിക്ക് കിടക്കാനൊരു മുറി, കിടക്കാനും വെക്കാനും മുറിയാവുമ്പോഴോ കുറെ കൂടെ വളരാൻ തുടങ്ങും. ഇങ്ങനെ എന്ന് നീ സ്വസ്ഥനാകും കുഞ്ഞെ എന്നൊരു മുത്തച്ഛൻ ചോദിച്ചു. ഈ ചോദ്യം ആഴത്തിൽ തറച്ചാൽ കുഞ്ഞ് മാറി മറിയും. അപ്പോ ഭാരതം പഠിപ്പിച്ചത് ഈ സംസ്കാരമാണ്. ഇത് മറ്റൊരു സന്ദർഭത്തിലും വളരെ പ്രയോഗത്തിലെത്തിയിട്ടുണ്ട് പാശ്ചാത്യന്റെ മുമ്പിൽ. ഡൽഹിയിൽ ടോക്സ് ഓൺ ഉപനിഷത്ത് എന്ന സ്വാമി രംഗനാഥാനന്ദയുടെ പുസ്തകം പ്രകാശനം ചെയ്യുകയാണ്. അന്നത്തെ പ്രധാനമന്ത്രി മിസസ് ഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആ സമ്മേളനത്തിൽ സ്വാമിജിയോട് മിസസ് ഗാന്ധി പറഞ്ഞു, അവരുടെ കുടുംബഗുരുവായ സ്വാമിജിയോട് പറഞ്ഞു, സ്വാമിജി യു ടോക്ക് സംതിങ്, കാരണം എനിക്ക് ഉപനിഷത്തിനെ കുറിച്ചൊന്നും അധികം അറിയില്ല എന്നൊക്കെ പറഞ്ഞു. സ്വാമിജി പറഞ്ഞു, ഹിന്ദു, നിങ്ങൾ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാണ്, ഹിന്ദു എന്നേ വിളിക്കാറുള്ളൂ, എന്തെങ്കിലും 4 വാക്ക് പറയൂ. ഇല്ല, ഞാൻ സ്വാമിജിയുടെ പ്രഭാഷണം കേൾക്കാമെന്നാണ്. അത് തന്നെ പറഞ്ഞ് ഉദ്ഘാടനം ചെയ്ത് മിസസ് ഗാന്ധി ഇരുന്നു. സ്വാമിജി ഉപനിഷത്തുകളെ പറ്റി കുറച്ച് പറയുന്നത് കേട്ടപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. അവർ പറഞ്ഞു, സ്വാമിജി, എനിക്ക് സമയം തീരെ ഇല്ലെങ്കിലും അങ്ങയുടെ ഈ പുസ്തകം ഞാൻ ഇത്തവണ മനസ്സിരുത്തി വായിക്കുന്നുണ്ട്. എനിക്ക് ഒരു വലിയ സമ്മേളനമുണ്ട്, ഞാൻ അതിനായിട്ട് പോവുകയാണ്. നാളെ വെളിയിലാണ് സമ്മേളനം, സാൻ ഫ്രാൻസിസ്കോ സമ്മേളനം, ജനീവ, അവിടോട്ട് പോവുകയാണ്. അപ്പോ പോകുന്ന വഴിക്ക് പുസ്തകം എടുക്കും, ഞാൻ വായിക്കും തീർച്ചയാണ്. സെക്രട്ടറിയുടെ കൊടുത്ത് വേണ്ടുന്ന അടിവരയൊക്കെ ഇട്ട് കാര്യമൊക്കെ നോക്കിയിട്ട് അവര് പുസ്തകവും കയ്യിലെടുത്ത് പ്ലെയിനിൽ കയറി. മറിച്ചപ്പോൾ അവർക്ക് കിട്ടിയത് ശ്വേതാശ്വതര ഉപനിഷത്തായിരുന്നു. അതിനെക്കുറിച്ച് സ്വാമിജി എഴുതിയതൊക്കെ അവരൊന്ന് വായിച്ചു. അവിടെ എത്തിയപ്പോൾ എക്കോളജിസ്റ്റുകളുടെ സമ്മേളനമാണ്. വേൾഡ് എക്കോളജിസ്റ്റ് ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. അതിൽ ഓരോരുത്തരും പരിസ്ഥിതിയുടെ തകരാറിനെ കുറിച്ചൊക്കെ ഗംഭീരമായിട്ട് പ്രസംഗിക്കുകയാണ്, അടിച്ച് തകർക്കുകയാണ്. ഇതിന്റെ സമാപന സമ്മേളനത്തിന്റെ ഫസ്റ്റ് പ്ലീനറി സെഷനിൽ സംസാരിക്കേണ്ടത് മിസസ് ഗാന്ധിയാണ്.